അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, വിഷയം വളരെ പ്രോജ്വലമായി ഇവിടെ സഹോദരൻ മുസ്തഫ തൻവീർ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യോത്തര സെഷനാണ്. അത് നയിക്കുന്നത് എം അക്ബർ സാഹിബാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ വളരെ സംക്ഷിപ്തമായ രീതിയിൽ ഇവിടെ സദസ്സിൽ മൈക്ക് പോയിൻ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മൈക്ക് വളണ്ടിയർമാരിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങളുടെ പേരും ചോദ്യവും പ്രസക്തമായ ചോദ്യവും ചോദിക്കാൻ മുന്നോട്ട് വരണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുന്നു. സ്ത്രീകളുടെ ഭാഗത്തും മൈക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ത്രീ വളണ്ടിയർമാർ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകളുടെ ഭാഗത്ത് ചോദ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി സ്ത്രീകളെ മുൻകൂട്ടി തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി സദസ്സിൽ നിന്ന് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. മൈക്ക് ആവശ്യമുള്ളവർ കൈവക്കുക. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷഹീർ, കാലിക്കറ്റ് എന്ന് പറയുന്നു. എൻ്റെ ചോദ്യം, ഖുറാനിൽ പരമരഹസ്യമായ 5 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 5 കാര്യങ്ങളിൽ ഒന്നാണ് ഒരു ആണും പെണ്ണും സംയോജനം ചെയ്തു കഴിഞ്ഞാൽ കുട്ടി ആണാണോ പെണ്ണാണോ ആവുന്നത് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണെന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രീ ജനറ്റിക് ഡയഗ്നോസിസ് മുഖേന നമുക്ക് സെക്സ് സെലക്ഷൻ സാധ്യമാകുന്ന ഒരവസ്ഥയുണ്ട്. ഇതിൻ്റെ ഈ കോൺട്രഡിക്ഷൻ എങ്ങനെ സാറേ എങ്ങനെ വിലയിരുത്തുന്നതിന്? അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലുൽ അസീസിർ റഹീം. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അത്യുജ്വലം, അതിവിശിഷ്ടം, അത്യുന്നതം, അതിവിശിഷ്ടം എന്ന വിഷയമാണ് നമ്മുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി വിഷയകമായ തുറന്ന ചർച്ചയാണ്. ചർച്ചയിൽ വിഷയസംബന്ധിയായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് ഈ ചർച്ചാവേദിയെ സാർത്ഥകമാക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സുഹൃത്തിൻ്റെ ചോദ്യം, പരിശുദ്ധ ഖുർആനിൽ പരമരഹസ്യമായ അള്ളാഹുവിന് മാത്രം അറിയാവുന്ന 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തേത് കുഞ്ഞിൻ്റെ ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയമാണ്. അത് ഇപ്പോൾ ലിംഗനിർണയത്തിന് കഴിയും, അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാണെന്ന്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലെവിടെയും ഗർഭസ്ഥ ശിശു ആണോ പെണ്ണോ എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആനിലെവിടെയും ഗർഭസ്ഥ ശിശു ഏത് ലിംഗത്തിൽപ്പെട്ടവനാണ് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ ഗർഭസ്ഥ ശിശുവിനെക്കുറിച്ച് പൂർണ്ണമായ കാര്യങ്ങൾ സർവ്വലോകരക്ഷിതാവായ തമ്പുരാനെ അറിയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും വ്യത്യാസമുണ്ട്. ഗർഭസ്ഥ ശിശുവിനെക്കുറിച്ച് പൂർണ്ണമായ കാര്യങ്ങൾ നമ്മൾ എത്ര വലിയ എത്ര ശക്തമായ സ്കാനിങ് മെഷീനുകൾ ഉണ്ടായാലും എത്ര കൃത്യമായ ജനറ്റിക്കൽ ടെസ്റ്റുകൾ നടത്തിയാലും ഗർഭസ്ഥ ശിശുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഗർഭാശയത്തിലിരിക്കുന്ന സന്ദർഭത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ആ കുഞ്ഞിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗർഭാശയത്തിൽ തന്നെ നടക്കുന്ന പല നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ, ഇതൊന്നും പൂർണ്ണമായി അറിയുവാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും ഗർഭസ്ഥ ശിശുവിനെക്കുറിച്ച് പൂർണ്ണമായി അറിയുക അള്ളാഹുവിന് മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലെ പരാമർശം പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചപ്പോൾ സ്വാഭാവികമായും വ്യാഖ്യാനങ്ങൾക്ക് കാലനിബദ്ധതയുണ്ട്. വ്യാഖ്യാനിച്ചപ്പോൾ കുട്ടിയാണോ പെണ്ണോ എന്ന് അള്ളാഹുവിനെ അറിയൂ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പണ്ഡിതന്മാരുടെ കാലത്തിൻ്റെ പരിമിതിയാണ്. അത് അവരുടെ കാലഘട്ടത്തിൽ മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു കുഞ്ഞിൻ്റെ ലിംഗമെന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഒരിക്കലും കുഞ്ഞിൻ്റെ ലിംഗം അള്ളാഹുവിനെ അറിയൂ എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് നമ്മൾ മനസ്സിലാക്കുക. യെസ്, പേരാദ്യം പറയാം. എൻ്റെ പേര് അജ്മൽ, കാലിക്കറ്റിൽ നിന്ന് വരുന്നു. വിശുദ്ധ ഖുർആന്റെ മഹത്വവും അമാനുഷികതയുമൊക്കെ താങ്കളുടെ വിഷയാവതരണത്തിലൂടെ മനസ്സിലാക്കി. പക്ഷേ ഖുർആനിൻ്റെ അനുയായികൾ തന്നെ ഈ ദൈവിക വചനത്തെ മനസ്സിലാക്കുന്നതിൽ ഉൾക്കൊള്ളുന്നതിലും വ്യത്യസ്ത വീക്ഷണം പുലർത്തുന്നതും തമ്മിൽ അനൈക്യത്തിലാണ്. എന്തുകൊണ്ടാണത്? സഹോദരൻ അജ്മലിൻ്റെ ചോദ്യം, പരിശുദ്ധ ഖുർആൻ്റെ അജയ്യത മനസ്സിലായി. പക്ഷേ ഈ ഖുർആനെ മനസ്സിലാക്കുന്നതിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ്. എന്തുകൊണ്ടാണത് എന്നാണ്.
വളരെ കൃത്യമാണ്. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ മനുഷ്യരോട് സംസാരിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലൂടെ ചെയ്യുന്നത്. അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടും പടച്ചവൻ സംസാരിക്കുകയാണ് ഖുർആനിലൂടെ. ആ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമായ പരിശുദ്ധ ഖുർആൻ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത്, ലോകത്തിന് ഓതിക്കേൾപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പ്രയോഗവൽക്കരിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അനുവാദങ്ങളും പരിശുദ്ധ ഖുർആൻ്റെ പ്രയോഗവൽക്കരണം എങ്ങനെയെന്ന് പഠിപ്പിച്ചതാണ്. അതാണ് സുന്നത്ത് എന്ന് പറയുക. അപ്പോൾ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് സുന്നത്ത് എന്നർത്ഥം. പരിശുദ്ധ ഖുർആനിനെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇച്ഛയുള്ളതുപോലെ, ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് പോയാൽ പല വശങ്ങളിലേക്കും ചിലപ്പോൾ ഖുർആൻ മൂലം എത്തിച്ചേരാം. സ്വാഭാവികമാണത്. മനുഷ്യൻ്റെ സവിശേഷത അതാണത്. കാരണം മനുഷ്യന് തങ്ങളുടെ ഇച്ഛയനുസരിച്ച് എന്തിനേയും വളച്ചും വിളക്കിയും എടുക്കാൻ കഴിയും. എന്നാൽ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ സന്മാർഗം അന്വേഷിക്കുന്ന ഒരാൾക്കും മാർഗഭ്രംശം സംഭവിക്കാത്ത വിധം പരിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ മാർഗദർശനം നൽകുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ വചനം, അതിനെ പ്രയോഗവൽക്കരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഇനി ഖുർആനും സുന്നത്തും അതിനെയും ദുർവ്യാഖ്യാനിക്കാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായും ഉണ്ട്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എൻ്റെ സമുദായമാണ്, എൻ്റെ തലമുറയാണ് ഏറ്റവും നല്ല തലമുറ, അതിനുശേഷം വരുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചു, എനിക്ക് ശേഷം നിങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിയും. ആ വിഭാഗങ്ങളായി തിരിയുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പല്ലുകൊണ്ട് മുറുകെ പിടിക്കേണ്ടത് എൻ്റെയും സഹാബത്തിൻ്റെയും മാർഗമാണ് എന്ന്. ഞാനും സഹാബിമാരും ഏതൊരു മാർഗത്തിലാണോ ഇന്നുള്ളത് ആ മാർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾക്കാണ് രക്ഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഞാൻ സൂചിപ്പിക്കുന്നത് ഖുർആനിനെയും സുന്നത്തിനെയും എങ്ങനെ മനസ്സിലാക്കണമെന്ന കാര്യത്തിലുമുള്ള കൃത്യമായ മാർഗനിർദ്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നത്. ഖുർആനും സുന്നത്തും നമുക്കിഷ്ടമുള്ള രൂപത്തിൽ എടുക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യാനുള്ളതല്ല. മറിച്ച് ഖുർആനെയും സുന്നത്തിനെയും എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതം പഠിച്ച സ്വഹാബിമാർ മനസ്സിലാക്കിയത്, സ്വഹാബിമാരിൽ നിന്ന് മതം പഠിച്ച അടുത്ത തലമുറ മനസ്സിലാക്കിയത്, അങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പാഠം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഖുർആൻ അനുധാവനം ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും പിൻപറ്റുന്ന ഒരാളും വഴിപിടക്കുകയില്ല, ഭിന്നിപ്പുണ്ടാവുകയില്ല, കുഴപ്പങ്ങളുണ്ടാവുകയില്ല. ഖുർആൻ അള്ളാഹുവിൻ്റെ വചനം, അതിൻ്റെ വ്യാഖ്യാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അതെങ്ങനെ പ്രയോഗവൽക്കരിക്കണമെന്നതിന് സ്വഹാബിമാരുടെയും താബികളുടെയും 3 തലമുറകളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ച 3 തലമുറകളുടെ മാർഗദർശനം, ഇത് പൂർണ്ണമായും അതേപോലെ പിന്തുടരുന്ന ഒരാൾക്കും വ്യതിയാനമുണ്ടാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ യഥാർത്ഥത്തിലുള്ള മാർഗം. അടുത്ത ചോദ്യം സദസ്സിൽ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഇബ്രാഹിം ഷമീസ്, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. ഖുർആൻ എല്ലാ കാര്യവും വളരെ കൃത്യമായി മനുഷ്യനെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നു, അവൻ്റെ ജീവിതത്തെക്കുറിച്ച്. ഇപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ മലയാളികളും നമ്മളെ കേരളത്തിൽ നിന്നും വേറൊരു നാട്ടിലേക്ക് വന്ന് ജീവിക്കുകയാണ്. ഇവിടെ കുടുംബജീവിതവും വളരെ കണിശമായി എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ സാമൂഹികമായി പറിച്ചു നട്ട ഒരു സമൂഹമാണിത്. ഖുർആനിൻ്റെ മീൻസ് ഇവിടെ തന്നെ 25-30 വർഷങ്ങൾ, ഒരു 20 കൊല്ലം എന്നൊരു സാധാരണ ഒരു വർഷമാണ്. അതൊന്നും അധികരിച്ച വർഷമായി ആരും പറയുന്നതായി കേട്ടിട്ടില്ല. അപ്പോൾ പ്രകൃതി മതമെന്ന് വിശേഷിപ്പിച്ചു ഇസ്ലാമിനെ. ഇത് മനുഷ്യ പ്രകൃതിയുടെ ഇത്രയുമുള്ള മുസ്ലിങ്ങൾ അല്ല, ഇതില്ലാത്ത ബഹ്റൈനും എവിടെയല്ല, അവിടെ എല്ലാ മുസ്ലിങ്ങളും ഇതാണോ ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഒരു ജീവിതമുണ്ടല്ലോ, മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ജീവിതം. ഇങ്ങനെ 10,000-കണക്കിന് ആള് വേറൊരു നാട്ടിൽ ജീവിച്ചത് കൊണ്ട് ഇതാണോ ഇസ്ലാം ഒരു ജനതയിൽ നിന്നും ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ മലയാളികൾ, ഞാൻ പറയുന്നതിൻ്റെ ഒരു എസൻസ് മനസ്സിലായോ? അതിൽ എന്തെങ്കിലും കൃത്യതയായ മാർഗദർശനമുണ്ടോ? അല്ലെങ്കിൽ നമ്മളിത് ഇസ്ലാമിക വിരുദ്ധമാണോ, അല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതാണോ? എന്താണ് നിങ്ങളതിൻ്റെ ഉത്തരം? പ്രവാസം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പ്രകൃതി മതമാണ്. ഇവിടെ വളരെ കൃത്യമായി
വിഷയാവതരണത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹ. തീർച്ചയായും മനുഷ്യപ്രകൃതിയുമായി, മനുഷ്യനെ ഏത് രൂപത്തിലാണോ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചത് ആ പ്രകൃതിയുമായി പൂർണ്ണമായും പൊരുത്തപ്പെടുന്ന ആദർശമാണ് ഇസ്ലാമിൻ്റേത്. ഈ പ്രകൃതിയുമായി പൊരുത്തപ്പെടുന്ന ആദർശം എന്ന് പറയുമ്പോൾ ആ ആദർശത്തിൽ പെട്ടതാണ് എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെയുള്ള മനുഷ്യൻ്റെ ദാമ്പത്യ ജീവിതം എന്നുള്ളത്. ദാമ്പത്യ ജീവിതം വ്യക്തിപരമായ സമാധാനത്തിനും ശാന്തിക്കും അതേപോലെ തന്നെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിനും സാമൂഹികമായ സുസ്ഥിതിക്കുമെല്ലാം അനിവാര്യമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് മനുഷ്യരുടെ കുടുംബജീവിതമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ കുടുംബജീവിതത്തിലൂടെ സ്നേഹവും കാരുണ്യവും നിർഗളിക്കുന്ന രൂപത്തിൽ, പരസ്പരം സമാധാനം നൽകുന്ന രൂപത്തിലുള്ള കുടുംബജീവിതം, ആ കുടുംബജീവിതത്തിന് ഇണകൾ ഒരുമിച്ച് ജീവിക്കേണ്ടതുണ്ട്. ആ ഇണകളുടെ ഒരുമിച്ചുള്ള ജീവിതം വഴിയാണ് കുടുംബത്തിലെ സാർത്ഥകമായ കാര്യങ്ങൾ ഉണ്ടാവുക. എന്നാൽ രണ്ട് ഇണകൾക്കും, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും, ഈ രണ്ട് ഇണകൾക്കും പരസ്പരം സമ്മതത്തോടു കൂടി അവർക്ക് പ്രയാസമില്ലാത്ത അവസ്ഥാവിശേഷമാണെങ്കിൽ, മാനസികമായും ശാരീരികമായും അവർ സഹിക്കുവാൻ സന്നദ്ധമാണെങ്കിൽ, അവർ കുറച്ചു കാലം പിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ടോ അവർ മാറി നിൽക്കുന്നത് കൊണ്ടോ മതം നേർക്ക് നേരെ ഇടപെടുന്നൊരു മേഖലയല്ല അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. എന്നാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ എപ്പോഴാണോ അവർക്ക് തങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തത്, എപ്പോഴാണോ അവരുടെ മാനസികമായ സുസ്ഥിതി ഇതുമൂലം തകരാറിലാകുന്നത്, എപ്പോഴാണോ അവരുടെ സാമൂഹികമായ നന്മകൾ അതുമൂലം ഇല്ലാതെയാകുന്നത്, ആ സമയം തീർച്ചയായും അവരൊരുമിച്ച് ചേരുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട്. അതേസമയം പ്രവാസം എന്നത് സ്വാഭാവികമായും മലയാളിയുടെ പ്രയാസമായി വന്നുഭവിച്ച ഒരു ജീവിതാവസ്ഥയാണ്. ആ ജീവിതാവസ്ഥയിൽ മതം എപ്പോഴാണ് ഇടപെടുന്നത്? അവരുടെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ, വൈയക്തികമായി അവർക്ക് പ്രയാസമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് പ്രശ്നമുണ്ടെങ്കിൽ, അവരുടെ ലൈംഗികമായ ദാരിദ്ര്യം വഴി അവർക്കുണ്ടാകുന്ന സാമൂഹികമായ പ്രയാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും മതം പറയുക അവർ വേറിട്ട് നിൽക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. എന്നാൽ രണ്ടു കൂട്ടർക്കും ഇതിൽ പ്രശ്നമൊന്നുമില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ വേറിട്ട് നിൽക്കുന്നത് അവരുടെ കുടുംബപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തികമായ വളർച്ചയ്ക്ക് വേണ്ടി അനിവാര്യമാണ് എന്ന് രണ്ടുപേരും തീരുമാനിക്കുകയും അങ്ങനെ മാറി നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് മതപരമായി ഒരു തെറ്റ് എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രമാണങ്ങളില്ല. എന്നാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യപ്രകൃതി എന്നുള്ളത്, ആ മനുഷ്യപ്രകൃതിയുടെ ആദർശം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതാണ് ഇണകളായിട്ടുള്ള നിലനിൽപ്പും കുടുംബത്തിൻ്റെ സുസ്ഥിതിയുമെല്ലാം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ആദ്യമായിട്ട് അക്ബർ സാഹിബിനെ നേരിട്ട് കണ്ട് ചോദിക്കാൻ പറ്റിയതിന് നന്ദി പറയുന്നുണ്ട്. എൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ്. മൂന്നാം ലിംഗം എന്നുള്ളത് ഇപ്പം നാട്ടിൽ മൊത്തം കോടതിയും മറ്റും ഇടപെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആണും പെണ്ണും എന്നുള്ളത് മാത്രമേ ഞാൻ പഠിച്ച ഇസ്ലാമിലും ഹദീസിലും കണ്ടിട്ടുള്ളൂ. മൂന്നാം ലിംഗം എന്നുള്ളത് ഉണ്ടെങ്കിൽ അതിൽ ഇസ്ലാമിൻ്റെ വ്യവസ്ഥ എന്താണ്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. മൂന്നാം ലിംഗം എന്ന ഒന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇസ്ലാമികമായ രംഗത്തുള്ള വിധി എന്താണ്? യഥാർത്ഥത്തിൽ വളരെ വിശദമായി മറുപടി പറയേണ്ട ഒരു വിഷയമാണിത്. വളരെ സംക്ഷിപ്തമായി ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ഇന്ന് മുതലാളിത്ത സാമൂഹ്യക്രമം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി ശാസ്ത്രത്തെയും അതേപോലെ തന്നെ മീഡിയയെയും ഉപയോഗപ്പെടുത്തി വളരെ സമർത്ഥമായി പുതിയ തലമുറയുടെ തലച്ചോറിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരാശയമാണ് തേർഡ് സെക്സ് എന്നുള്ള ആശയം. നപുംസകം എന്നത് ഒരു മൂന്നാം വർഗമാണ് എന്ന ആശയം. യഥാർത്ഥത്തിൽ നപുംസകം ഒരു മൂന്നാം വർഗമാണെങ്കിൽ, ഇവർ പറഞ്ഞതുപോലെ ആണും പെണ്ണുമല്ലാത്ത മൂന്നാമത്തെ ഒരു വിഭാഗമാണെങ്കിൽ മനുഷ്യനിൽ മാത്രമല്ലല്ലോ അത് കാണപ്പെടേണ്ടത്. മനുഷ്യനൊഴിച്ച് ഇവിടെ ഒരുപാട് സ്പീഷീസുകളുണ്ട്, ഒരുപാട് ജീവവർഗങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ജീവവർഗത്തിൽ ഇവർ പറയുന്നത് പോലെ ആണും പെണ്ണുമല്ലാത്ത മൂന്നാമത്തെ ഒരു ലിംഗം കാണിച്ചു തരാൻ കഴിയുമോ? തീർച്ചയായും സാധ്യമല്ല. മനുഷ്യനിൽ മൂന്നാം ലിംഗമുണ്ട്, സത്യമാണ്. പക്ഷേ അത്
ഒരു മൂന്നാം ലിംഗം എന്നത് ഒരു പ്രത്യേക വർഗമല്ല, മറിച്ച് മനുഷ്യന് കണ്ണില്ലാത്തതുപോലെ, ചിലർക്ക് കണ്ണില്ലാത്തതുപോലെ, ചിലർക്ക് മൂക്കില്ലാതെ ജനിക്കുന്നത് പോലെ, ചിലർക്ക് കേൾവിശക്തിയില്ലാതെ ജനിക്കുന്നത് പോലെ, ലൈംഗിക ശേഷിയില്ലാതെ ജനിക്കുന്ന വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഇന്ന് മൂന്നാം ലിംഗമെന്നും നപുംസക ലിംഗമെന്നും തേർഡ് സെക്സ് എന്നും അതേപോലെ തന്നെയുള്ള പേരുകളെല്ലാം പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത്. ഇത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ പേരിലാണ്. ആ രാഷ്ട്രീയ അജണ്ട വേറെയൊന്നുമല്ല, ലോകം മുഴുവനും എല്ലാവർക്കും ലൈംഗിക ആസ്വാദനത്തിന് പറ്റുന്ന രൂപത്തിലാക്കി തീർക്കുക എന്നുള്ളതാണ് ആ രാഷ്ട്രീയമായ അജണ്ട. നിങ്ങൾ മൂന്നാം ലിംഗവുമായി ബന്ധപ്പെട്ട, നപുംസകവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരിശോധിച്ചാൽ അത് കാണാൻ കഴിയും. അവർ പറയുക നപുംസകങ്ങളുടെ അസോസിയേഷൻ എന്നല്ല, മറിച്ച് LGBT എന്നാണ്. LGBT എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ ആൻഡ് ട്രാൻസെക്ഷൽ. ഈ പറഞ്ഞ സാധനം ട്രാൻസെക്ഷൽ മാത്രമാണ്. ഇവർ 4 കൂട്ടരും, അവർ പറയുക ഇവർ 4 കൂട്ടരും ലൈംഗിക ന്യൂനപക്ഷങ്ങളാണ്. അവർക്ക് അവകാശങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങൾ അനുവദിക്കണം. എന്താണ് ഈ അവകാശങ്ങൾ? ലെസ്ബിയൻസിന് സ്ത്രീകൾക്ക് ബന്ധപ്പെടാൻ അവകാശം കൊടുക്കണം, പുരുഷന്മാർക്ക് ബന്ധപ്പെടാൻ അവകാശം കൊടുക്കണം, 2 കൂട്ടരുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ബൈസെക്ഷൽസിന് അതിനുള്ള അവകാശം കൊടുക്കണം, ട്രാൻസെക്ഷൽസിന് അഥവാ ഇപ്പറഞ്ഞ രൂപത്തിലുള്ള ലൈംഗികത ഇല്ലാത്ത അല്ലെങ്കിൽ നപുംസകം എന്ന് വിളിക്കുന്ന ആളുകൾക്ക് അവരുടെ അവകാശം കൊടുക്കണം. ഈ നപുംസകങ്ങൾ എന്നത് കണ്ണില്ലാത്തവരെ നമ്മൾ കാണുന്നത് പോലെ, അംഗവൈകല്യമുള്ള ആളുകളെ കാണുന്നത് പോലെ തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ട, പ്രയാസകരമായി പരിഗണിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ്. ചികിത്സിച്ചാൽ ഒരുപാട് സുഖപ്പെടും, അല്ലാത്തതും ഉണ്ടാകാം. ഏതായിരുന്നാലും പരിഗണിക്കപ്പെടേണ്ട ഒരു വിഭാഗം. മറ്റേത് മൂന്നും തോന്നിവാസത്തിൻ്റെ വിഭാഗങ്ങളാണ്. അവരെ ഇവരുമായി കൂട്ടിക്കെട്ടുന്നതിന് എന്തിനാ? ഇവരുമായി കൂട്ടിക്കെട്ടുന്നത് തന്നെ ഇവരെ കാണിച്ചുകൊണ്ട് ഇവർക്ക് കൂടി കാര്യം നേടുന്നതിന് വേണ്ടിയാണ്. LGBT ഇപ്പോൾ കേരളത്തിൽ നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ സുപ്രീം കോടതി അടക്കം അത്തരം ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുക. എന്താണ്? ലെസ്ബിയൻസിന് സ്ത്രീകളെ വിവാഹം ചെയ്യാനുള്ള അനുവാദം കൊടുക്കണം, പുരുഷന്മാരെ വിവാഹം ചെയ്യാനുള്ള അനുവാദം കൊടുക്കണം. അല്ല, ന്യായം എന്താ? ആളുകൾ ലെസ്ബിയൻസ് ആയിട്ടാണ് ജനിക്കുന്നത്. ലെസ്ബിയനുകൾ അഥവാ പെണ്ണുമായി ബന്ധപ്പെടാൻ കഴിയുന്ന പെണ്ണുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ്, ആണുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ആണുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ്. വാദത്തിന് വേണ്ടി അങ്ങനെ സമ്മതിക്കുക. എന്നാൽ തന്നെ ബൈസെക്ഷൽസിന് പിന്നെ എന്തിനാ അവിടെ ഒരു സ്ഥാനം? ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു പുരുഷനാണെങ്കിൽ പുരുഷനുമായും പെണ്ണുമായും ബന്ധപ്പെടാൻ കഴിയുന്ന ആൾക്കാണ് ബൈസെക്ഷൽ എന്ന് പറയുക. അഥവാ ഒരാൾക്ക് സ്ത്രീയുമായും പുരുഷനുമായും ഒരേപോലെ ബന്ധപ്പെടാൻ കഴിയുമെങ്കിൽ അയാൾ ബൈസെക്ഷലാ. ആ ബൈസെക്ഷലും ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ കൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്കും അതിന് അവകാശം കൊടുക്കണം. അഥവാ സ്വന്തം ഇണയുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളുമായും ബന്ധപ്പെടുന്നുണ്ടെങ്കിലും അവർക്ക് പുരുഷന്മാരുമായി ബന്ധപ്പെടുവാനുള്ള അവസരം കൂടി കൊടുക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഈ ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് 2 കൂട്ടർക്കും നമുക്ക് വാദത്തിന് വേണ്ടി പറയാം, ആ പെണ്ണിനെ അല്ലാതെ ബന്ധപ്പെടാൻ കഴിയാത്ത പെണ്ണുങ്ങളെ വിവാഹം ചെയ്യാനുള്ള അനുവാദം കൊടുക്കാം, അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെടാനുള്ള അനുവാദം കൊടുക്കാം. വാദത്തിന് വേണ്ടി പുരുഷന്മാരുമായി മാത്രം ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയുന്നവർക്ക് പുരുഷന്മാരെ ബന്ധപ്പെടാനുള്ള അവകാശം കൊടുക്കാം. എന്നാൽ 2 കൂട്ടർക്കും ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയുന്ന ആളുകൾക്ക് അതിനും അവകാശം കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും ഏത് സമയത്തും ലോകത്തെവിടെയും ലൈംഗികത ആസ്വദിക്കുവാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടാകണം. ലോകം മുഴുവനും ലൈംഗികമായ അരാജകത്വം ഉണ്ടാകണം. ഇത് സാമ്രാജ്യത്വത്തിൻ്റെ അജണ്ടയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥം പ്രകൃതിയിലില്ലാത്തൊരു കാര്യത്തിൽ ഇസ്ലാം പ്രത്യേക